whose treasure is this? Let's find the owner and give it back. Lucy said. Let's ask Millie. The children went to Millie's house. അപ്പോൾ ഇവർ ഈ ട്രഷർ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു, ഗാർഡനിൽ നിന്നാണ് കിട്ടിയത് അല്ലേ. ഇറ്റ്സ് ദേ ഗോട്ട് ഇറ്റ് ഫ്രം ഗാർഡൻ. ലക്കി ഗോട്ട് ദാറ്റ് സ്റ്റാർ ഫ്രം ഗാർഡൻ. ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. സോ പക്ഷേ ഇവർക്ക് അത് ആരുടെയാണ്? കാരണം ലക്കിയുടേതല്ല, ലൂസിയുടേതല്ല. പിന്നെ ഇത് ആരുടേതാണെന്ന് ദേ നീഡ് ടു നോ. അപ്പോൾ അവർക്ക് അത് അറിയേണ്ടതുണ്ട്, ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഓണർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഹൂസ് ട്രഷർ ഈസ് ദിസ്? അപ്പോൾ ഇവർ ആലോചിക്കുകയാണ്, ആരുടെ ട്രഷറാണിത്? ലെറ്റ്സ് ഫൈൻഡ് ദ ഓണർ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക്. ഇതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച്, ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അത് നമുക്ക് തിരിച്ചു നൽകാം. ലൂസി സാഡ്. ലെറ്റ്സ് ആസ്ക് മിലി. നമുക്ക് മിലിയോട് ചോദിക്കാം. മിലി ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലേ. ലെറ്റ്സ് ആസ്ക് മിലി. മിലിയോട് ചോദിക്കാം. ദ ചിൽഡ്രൻ വെൻ ടു മിലീസ് ഹൗസ്. അങ്ങനെ ഈ നമ്മുടെ ലക്കിയും ലൂസിയും ഈ കുട്ടികൾ എവിടെ പോയി? മിലിയുടെ വീട്ടിലേക്ക് പോയി. വാട്ട് ഡു യു തിങ്ക്? ഈസ് ദാറ്റ് മിലീസ് ട്രഷർ? മിലിയുടെ ട്രഷറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുട്ടികളെ? നമുക്ക് നോക്കാം അത് ആരുടെ ട്രഷറാണെന്ന്. ലക്കി ആൻഡ് ലൂസി വെൻ ടു മിലീസ് ഹൗസ്. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. മിലി ആൻഡ് ഹർ മദർ കെയിം ഔട്ട്. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഈസ് ഇറ്റ് യോഴ്സ്? ലക്കി ആസ്ക്ഡ്. നോ നോ, ദിസ് ഇസ് നോട്ട് മൈൻ, മിലി റിപ്ലൈഡ്. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ലക്കി ഹാഡ് നോ ഐഡിയ. അങ്ങനെ ഇവർ ലക്കി ആൻഡ് ലൂസി വെൻ ടു മിലീസ് ഹൗസ്. മിലിയുടെ വീട്ടിലേക്ക് ലക്കിയും ലൂസിയും പോയി. മിലി, ഹേ മിലി, ലക്കി കോൾഡ് ഔട്ട്. എന്നിട്ട് മിലിയെ വിളിക്കുകയാണ്. മിലി, ഹേ മിലി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മിലി ആൻഡ് ഹർ മദർ കെയിം ഔട്ട്. അങ്ങനെ മിലിയും മിലിയുടെ അമ്മയും വന്നു, ഇവരുടെ അടുത്തേക്ക് വന്നു. സീ ദിസ്, വി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. ഇത് ഇത് നോക്ക്, ഞങ്ങൾക്കിത് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഇതാണ്. ഈസ് ഇറ്റ് യുവേഴ്സ്? ലക്കി ആസ്ക്ഡ്. ഇത് നിൻ്റേതാണോ എന്ന് ലക്കി ചോദിക്കുകയാണ്. നോ നോ, ദിസ് ഇസ് നോട്ട് മൈൻ. അല്ല, ഇത് എൻ്റേതല്ല, മിലി റിപ്ലൈഡ്. മിലി കണ്ടപ്പോഴേ പറഞ്ഞു, എന്ത്? ഇത് എൻ്റേതല്ല. ദിസ് ഇസ് നോട്ട് മൈൻ. മൈൻ, എൻ്റേത്. എൻ്റേത്, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേത്, അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടേത്. അതാണ് അതിൻ്റെ പൊസസീവ് പ്രൊനൗൺ ആണ് കാണിക്കുന്നത്. മൈൻ, ദിസ് ഇസ് നോട്ട് മൈൻ, ഇത് എൻ്റേതല്ല. ദെൻ ഹൂസ് ട്രഷർ ഈസ് ദിസ്? ഇത് പിന്നെ ആരുടെ ട്രഷറാണ്? ലക്കി ഹാഡ് നോ ഐഡിയ. ലക്കിക്ക് ഒരു ഐഡിയയും കിട്ടില്ല, ഇത് ആരുടെ ട്രഷറാണ്. കണ്ടുപിടിക്കണമല്ലോ, ഓണറെ കണ്ടുപിടിക്കണമല്ലോ. ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ ബട്ട് ഹി കുഡിൻറ്റ് ഫൈൻഡ് ദ ഓണർ. ദെൻ ഐ വിൽ കീപ്പ് ഇറ്റ്, ഹി ഡിസൈഡഡ്. ലക്കി പല കൂട്ടുകാരോടും, അതുപോലെ മിലിയെ പോലുള്ള പല കൂട്ടുകാരോടും ലക്കി ഇത് അന്വേഷിച്ച് നടന്നു. നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നു. ഈസ് ഇറ്റ് യോഴ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ചോദിച്ചുകൊണ്ട് നടന്നു. ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദ ട്രഷർ ബട്ട് ഹി കുഡിൻറ്റ് ഫൈൻഡ് ദ ഓണർ. പക്ഷേ ഇവന് ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദെൻ ഐ വിൽ കീപ്പ് ഇറ്റ്, എന്നാൽ ഞാനിത് സൂക്ഷിക്കും എന്ന് അവന് ഡിസൈഡ് ചെയ്തു. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ഹി ഡിസൈഡഡ്. Where will Lucky keep the treasure? എവിടെയായിരിക്കും ലക്കി അവൻ്റെ ട്രഷർ സൂക്ഷിക്കുക? നമുക്ക് നോക്കാം. Where shall I keep it? My treasure box is full. Oh, Lucky thought. He went to the kitchen and took a big glass jar. Then he put the treasure in it. It's quite nice. He liked his new treasure. Lucky placed the jar on his table. വോ ഷാൾ ഐ കീപ്പ് ഇറ്റ്? ഇനിയിപ്പോൾ എവിടെ ഞാനിത് ഈ ട്രഷറിനെ സൂക്ഷിക്കും? അതായി ലക്കിയുടെ ചിന്ത അല്ലേ. മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ. എന്താ കാരണം? അവന് എവിടെ സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന് പറയാൻ കാരണം എന്താ? അവൻ്റെ ട്രഷർ ബോക്സ് നിറഞ്ഞിരിക്കുകയാണ്. ലക്കി വിചാരിച്ചു. ഹി വെന്റ് ടു ദ കിച്ചൺ ആൻഡ് ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ. അങ്ങനെ അവൻ നേരെ എവിടേക്ക് പോയി? കിച്ചണിലേക്ക് പോയി, അടുക്കളയിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ടുക്ക് എ ബിഗ് ഗ്ലാസ് ജാർ, വലിയൊരു ഗ്ലാസ് ജാർ, പൊട്ടുന്ന കുപ്പി അല്ലേ. പൊട്ടുന്ന കുപ്പി അറിയില്ലേ, നമ്മൾ വലിയ ബേക്കറിയും അച്ചാറൊക്കെ ഇട്ടേക്കുന്ന പൊട്ടുന്ന ചില വീടുകളിൽ ഇപ്പം പ്ലാസ്റ്റിക്കുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നാൽ കൂടി പൊട്ടുന്ന ഗ്ലാസ് ജാറുകൾ ഒരുപാടുണ്ട്. അപ്പം പ്ലാസ്റ്റിക്കിലൊന്നും നമ്മൾ ഫുഡൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ലൊരു ബിഗ് ഗ്ലാസ് ജാറൊക്കെ ഉള്ള കിച്ചണാണ് നമ്മുടെ ലക്കിയുടേത്. അപ്പോൾ ആ ഗ്ലാസ് ജാർ എടുത്തുകൊണ്ട് വന്നു. ദെൻ ഹീ പുട്ട് ദ ട്രഷർ ഇൻ ഇറ്റ്. എന്നിട്ട് അതിൽ അവൻ്റെ ഈ ട്രഷർ ഇട്ട് വെച്ചു.
ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഓക്കെ, ഇത് ഓക്കെയാണ്, ഇത് ഗുഡാണ്, ഇത് വളരെ നന്നായിട്ടുണ്ട്, അവന് സ്വയം പറയാണ്. ഹി ലൈക്ക് ഹിസ് ന്യൂ ട്രഷർ. അവൻ്റെ പുതിയ ട്രഷർ നല്ല ഇഷ്ടപ്പെട്ടു. ലക്കി പ്ലേസ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ. എന്നിട്ട് ആ ജാറ് എവിടെ വെച്ച്? കിച്ചണിലാണോ? അല്ല, അവൻ്റെ റൂമിലുള്ള ടേബിളിൽ കൊടുന്നു വെച്ചു. ലക്കി പ്ലേസ് ദ ജാർ ഓൺ ഹിസ് ടേബിൾ.